നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 16 ആണ്. സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാവിൻ്റെ യൂസേജ് പഠിച്ചായിരുന്നു. ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണ്, ഐ, യു, ദേ, വിയുടെ കൂടെയാണ്. ഹാസ് യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെയാണ്, സിംഗുലേഴ്സിൻ്റെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഹാസ് വിത്ത് നൗൺ ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നൗൺ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ദ നെയിംസ് ഓഫ് തിങ്സ്, പ്ലേസസ് ഓഫ് പേഴ്സൺസ്, ആളുകളുടെ സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ പേരുകളൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഷി ഹാസ് എ മൊബൈൽ ഫോൺ, അവൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഡസ് ഷീ ഹാവ് എ മൊബൈൽ ഫോൺ, അവൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ മനസ്സിലാക്കി വയ്ക്കാം. അവന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറയുമ്പോൾ ഹി ഹാസ് എ മൊബൈൽ ഫോൺ, അവനൊരു മൊബൈൽ ഫോൺ ഉണ്ടോ? ഡസ് ഹി ഹാവ് എ മൊബൈൽ ഫോൺ? മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാവിൻ്റെ യൂസേജ് പഠിച്ചതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഹാസിൻ്റെ യൂസേജാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവൾക്കൊരു കാറുണ്ട് എന്ന് പറയാം. ഷി ഹാസ് എ കാർ. ഓക്കെ, അവൾക്കൊരു കാർ ഉണ്ടോ? ചോദ്യമാണെങ്കിലോ ഡസ് ഷീ ഹാവ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. ഷി ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ടോ? ഡസ് ഷീ ഹാവ് എ കാർ. ഓക്കെ, നമ്മൾ അവർക്കാണെങ്കിൽ എന്താ പറയുക? ദേ ഹാവ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടോ? ഡു ദേ ഹാവ് എ കാർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഷീ ഹാസ് എൻ ഐഡിയ, അവൾക്കൊരു ഐഡിയ ഉണ്ട്. അവൾക്കൊരു ഐഡിയ ഉണ്ടോ? ഡസ് ഷീ ഹാവ് എൻ ഐഡിയ, ഡസ് ഷീ ഹാവ് എൻ ഐഡിയ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഹി ഹാസ് എൻ ഓപ്ഷൻ, അവന് ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് പറയണ്ടേ? ഡസ് വെച്ചിട്ടല്ലേ. അപ്പോൾ എന്താ പറയണ്ടേ? ഡസ് ഹി ഹാവ് എൻ ഓപ്ഷൻ. പിന്നെ ഹാസ് വയ്ക്കേണ്ട ആവശ്യമില്ല. ഡസ് ഹി ഹാവ് എൻ ഓപ്ഷൻ. ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഡസ് ഹി ഹാവ് എൻ ഓപ്ഷൻ. എവ്രിബഡി ഹാസ് എ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഡസ് എവ്രിബഡി ഹാവ് എ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഹാസ് വിത്ത് വെർബാണ്, ആക്ഷൻ്റെ കൂടിയാണ് പറയുന്നത്. ഓക്കെ, വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എപ്പോഴും നമ്മൾ ഇടയിൽ നിന്ന്, ഇപ്പോൾ ഇത്രയും സീരീസ് വരുന്നുണ്ട്. ഇപ്പോൾ മൊഡ്യൂൾ 16 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 16 മാത്രം എടുത്ത് കാണാതെ മൊഡ്യൂൾ 1 മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഹാസ് വെർബിൻ്റെ കൂടെ ഷി ഹാസ് അറേഞ്ച്ഡ് എവറിത്തിങ്, അവളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ ആണെങ്കിൽ എന്താ പറയുക? ഐ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്, യു ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്, ദേ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്, വി ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. പക്ഷേ he has arranged everything, she has arranged everything, it has arranged everything and everybody has arranged everything. Okay, ഇവിടെ she has arranged everything. ഇവിടെ ഏതാണ് ഓക്സിലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹാസ് ആണ്. സോ ഹാസ് എടുത്ത് ആദ്യം എഴുതുക. ഹാസ് ഷീ അറേഞ്ച്ഡ് എവറിത്തിങ്, അവളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അടുത്തത് ഹി ഹാസ് ആസ്ക്ഡ്, അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹി ഹാസ് ആസ്ക്ഡ്. ഹാസ് ആണ് ഓക്സിലറി, ഹാസ് എടുത്ത് ആദ്യം വെച്ചു. ഹാസ് ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, അടുത്തത് ഹി ഹാസ് മെയ്ഡ് അല്ലെങ്കിൽ ഷീ ഹാസ് മെയ്ഡ്, അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോദ്യം എങ്ങനെ ചോദിക്കാം? ഹാസ് ഹി മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഷീ മെയ്ഡ്. ഓക്കെ, കാണാമല്ലോ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾ പറയേണ്ടതാണ് ഹി ഹാസ് ടോട്ട്, അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹി ഹാസ് ടോട്ട് അല്ലെങ്കിൽ ഇനി അവൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഷീ ഹാസ് ടോട്ട് എന്ന് പറയാം. ഇപ്പം നിങ്ങളോട് ചോദ്യം അവൻ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? ഓക്സിലറി ഹാസ് ഹി ടോട്ട്, ഹാസ് ഹി ടോട്ട്. എപ്പോഴും ഓക്സിലറി എടുത്തിട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചോദ്യമായിരിക്കും. എവ്രിബഡി ഹാസ് ഈറ്റൺ, എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ചോദ്യം ഹാസ് എവ്രിബഡി ഈറ്റൺ, എല്ലാവരും കഴിച്ചിട്ടുണ്ടോ? ഹാസ് എവ്രിബഡി ഈറ്റൺ. എവ്രിബഡി ഹാസ് സ്റ്റഡീഡ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഹാസ് എവ്രിബഡി സ്റ്റഡീഡ്. ഓക്കെ, ഷീ ഹാസ് റൺ, അവൾ ഓടിയിട്ടുണ്ട്. അവൾ ഓടിയിട്ടുണ്ടോ? ഹാസ് ഷീ റൺ. ഓക്സിലറി എടുത്തു, നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, ഹി ഹാസ് ക്രൈഡ്, അവൻ കരഞ്ഞിട്ടുണ്ട്. അവൻ കരഞ്ഞിട്ടുണ്ടോ? ഹാസ് ഹി ക്രൈഡ്. ഓക്കെ, സോ കൂടുതൽ എക്സാമ്പിൾ എഴുതാനായിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടർന്ന് കാണണം, ചെയ്യണം. PDF നിങ്ങൾ റെഫർ ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 17 ആണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഹാഡാണ്. അപ്പോൾ ഈ ഓർഡിനറി ഓക്സിലറി നമ്മൾ കവർ ചെയ്യും. ഹാഡ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി ഓക്സിലറി കവർ ചെയ്യും. ഓർഡിനറി ഓക്സിലറി ഏതൊക്കെയായിരുന്നു? ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ ഹാഡും കൂടിയാണ് നമ്മൾ എടുക്കാനായിട്ടുള്ളത്. അത് 17 മൊഡ്യൂൾ 17 നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ഇതുവരെ എടുത്തത് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസും ആ PDF കൂടി റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല രീതിയിലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഹാഡിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.